നമസ്കാരം. ഇന്ന് നമുക്ക് ശരീരവും മനസ്സും ഒരുപോലെ റിഫ്രഷ് ചെയ്യാൻ പറ്റിയ നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് രസങ്ങൾ ഞാൻ ഒരുപാട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പുതിന രസമാണ്. ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് തക്കാളി വേവിക്കാനോ ഒന്നും വേണ്ട. ഒരു 1 പോട്ട് രസം എന്നൊക്കെ പറയണ പോലെ അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഉഗ്രൻ രസം. ചീഞ്ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഒരു പിടി അളവിൽ പുതിനയില നമുക്ക് ചെറുതായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നിർബന്ധമൊന്നുമില്ല. പച്ചയ്ക്ക് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് ഫ്ലേവറും സ്ട്രോങ് സ്മെല്ലും ആയിരിക്കും ഉണ്ടാവുക. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു കുത്തൽ, വല്ലാത്ത കുത്തൽ വരില്ല. ഇനി നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ചെറിയ ജീരകം, മല്ലി, കുരുമുളക്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അതിൽ മല്ലിപ്പൊടിയായിട്ടും കുരുമുളകും പൊടിയായിട്ട് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ജീരകം മാത്രമേ ഞാനിപ്പോൾ വറുത്ത് പൊടിക്കണുള്ളൂ. ബാക്കിയൊക്കെ പൊടിയായിട്ടാണ് ചേർക്കണത്. ജീരകത്തിൻ്റെ അളവ് 2 ടീസ്പൂണാണ്. മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. അപ്പം നിങ്ങൾ പൊടിയായിട്ടില്ലാത്തവർ ജീരകത്തിൻ്റെ കൂടെ തന്നെ മല്ലിയും കുരുമുളകും കൂടിയിട്ട് വറക്കുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊടി ആയതുകൊണ്ട് ചേർക്കണത്. മുളക് പൊടി 1/2 ടീസ്പൂൺ അളവിൽ മതി. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒരേ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ജീരകം ഒന്ന് പൊടിഞ്ഞ് കിട്ടാനുള്ളതുകൊണ്ട് മാത്രം ഒന്നും കൂടി മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. നേരെ മറിച്ച് ജീരകവും കൂടി പൊടിയായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിൽ നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല. പൊടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇപ്പം നോ ഗാർലിക് രസമാണ്. ഗാർലിക് ഒട്ടും ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഒഴിവാക്കാം. പക്ഷെ മഴക്കാലമാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ആണെങ്കിലും കുരുമുളകാണെങ്കിലും ജീരകമൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. അതുകൊണ്ട് മാത്രം ഞാനിത് എടുത്തുവെന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മളൊന്ന് വാട്ടി വെച്ചിട്ടുള്ള മിൻറ്റ് ലീവ്സ്, പുതിനയില ചേർത്തു. അപ്പോൾ തക്കാളിയും മല്ലിയിലയും നമ്മൾ വറുത്ത് വെച്ചതും പുളിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനിമിനാന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ കൽച്ചട്ടിയിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, രസം ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചത് ചേർക്കാം. ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അരച്ച് വെച്ചത് ചേർക്കണം കേട്ടോ. ഇനി വറുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ വറുത്തിടാതെയാണ് ചെയ്യണത്. വറുത്തിട്ട് ചെയ്യണവർ ആദ്യം തന്നെ കടുകും കറിവേപ്പിലയും 2 വറ്റൽമുളകും അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടി വറവിട്ടിട്ട് അതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് അരപ്പ് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വറുത്തിടുന്നില്ല. ഒരു 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കുകയാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയും വന്നും ഇരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതുപോലെ ക്ലിയർ അല്ലാത്തതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ഇല്ലാതെ എടുക്കണോണ്ടാണ്. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. കാരണം തക്കാളി നമ്മൾ പച്ചയ്ക്ക് അരച്ചതാണ്. പച്ചസ്വാദ് പോണത് വരെ 3-4 മിനിറ്റ് തിളച്ചതിന് ശേഷം ശർക്കരപ്പൊടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുകയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ ശർക്കര ചേർക്കണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. ഇനി ആദ്യം കടുകും മുളകൊക്കെ വറുത്തിട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ അവസാനം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വറുത്തിടാത്തതുകൊണ്ട് അവസാനം 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. ഇത്രയേ ഉള്ളൂ പുതിന രസം അല്ലെങ്കിൽ മിൻറ്റ് രസം. ഒരു മഴക്കാലത്ത് ആസ്വദിച്ച് നമുക്ക് വെറുതെ കുടിക്കാവുന്ന അല്ലെങ്കിൽ ചൂട് ചോറിൻ്റെ ഒപ്പം കൂട്ടി ഉണ്ണാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.